സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃക വഴികളിലൊന്നായ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലെത്താനുള്ള എളുപ്പവഴി യാഥാർത്ഥ്യമാകാത്തതിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് രാജാവിന്റെ അനുമതിയോടെ സർ ജോൺ ഡാനിയൽ മൺട്രോ എന്ന ബ്രിട്ടീഷുകാരൻ നിർമ്മിച്ചതാണ് ആലുവ മൂന്നാർ രാജപാത. 1924 വെള്ളപ്പൊക്കത്തിൽ മലയിടിഞ്ഞ് പാത ഭാഗികമായി തകർന്നു. 1934 അടിമാലി വഴിയുള്ള പുതിയ റോഡ് നിർമ്മിച്ചതോടെയാണ് രാജപാത ഉപേക്ഷിക്കപ്പെട്ടത്. റോഡ് വീണ്ടും തുറക്കുന്നതോടെ പ്രദേശത്തെ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതിനൊപ്പം വാണിജ്യ വ്യവസായ രംഗത്തെ കുതിച്ചുചാട്ടത്തിന് വഴി തുറക്കും. അതേസമയം റോഡ് തുറന്നുകൊടുക്കുന്ന നടപടികളുടെ കാലതാമസത്തിനെതിരെയാണ് ജനകീയ പ്രതിഷേധം. ഇത് നിരന്തരമായി അധികാരികളുടെ മുൻപിൽ ഉന്നയിച്ചു വരുമ്പോഴും പലപ്പോഴും നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതിനുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മുട്ടാവുന്ന മാതൃകളെല്ലാം നമ്മൾ വിട്ടുപോയി. എന്നാൽ ന്യായമായ ആ അവകാശം നിഷേധിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതിലെടുത്ത് വെച്ച് നമ്മൾ മറ്റൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. രാജപാത തുറന്നാൽ കോതമംഗലത്ത് നിന്ന് സുഗമമായി 70 കിലോമീറ്റർ സഞ്ചരിച്ച് മൂന്നാറിലെത്താം. ഇതോടെ പാത മൂന്നാറിലേക്കുള്ള സമാന്തര പാതയായി മാറും. കൂടാതെ നിരവധി ആദിവാസി ഗ്രാമങ്ങൾക്ക് ആശ്വാസവും. എത്രയും വേഗം നടപടിയില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, മാത്യു കുഴനാടൻ MLA, എറണാകുളം ജില്ലാ പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം തുടങ്ങിയവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. 24 കൊച്ചി. എത്രയും വേഗം ആ പാത നടപ്പാവട്ടെ, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. അപ്പോൾ യാത്രാ സമയം അത്രയും കുറയും എന്നുള്ളതാണ്.